ലോകം ഭയന്നത് തന്നെ സംഭവിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകർ കുറിച്ചുവെച്ച ആ വരികൾ ഇന്ന് അക്ഷരം പ്രതി സത്യമാവുകയാണ്. വെനസ്വേലയുടെ മണ്ണിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തീതുപ്പിയപ്പോൾ തുടങ്ങിയത് ഒരു രാജ്യത്തിന്റെ വിനാശം മാത്രമല്ല, വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ തുടക്കം കൂടിയാണോ ഇത്? ബാബ വാങ്കയും നോസ്ട്രാഡാമസും 2026 കുറിച്ച് പറഞ്ഞ ആ ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിനെ നടുക്കിക്കൊണ്ടായിരുന്നു അമേരിക്കയുടെ ആ മിന്നൽ ആക്രമണം. ആകാശത്ത് നിന്ന് അഗ്നിവർഷം പോലെ ബോംബുകൾ പതിച്ചപ്പോൾ ലോകം ഒന്നടങ്കം സ്തംഭിച്ചുപോയി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറിസിനെയും US സൈന്യം വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ അപ്രതീക്ഷിത നീക്കം കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് നോസ്ട്രാഡാമസ് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച രാത്രിയിലെ തേനീച്ചക്കൂട്ടത്തിന്റെ ആക്രമണം ആണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആരാണ് ഈ പ്രവാചകർ? ഫ്രഞ്ച് ദീർഘദർശിയായ നോസ്ട്രാഡാമസും ബാൽക്കണിലെ നോസ്ട്രാഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വാങ്കെ 2026 ലോകം ഒരു മഹാവിപത്തിനെ നേരിടുമെന്ന് ഇരുവരും ഒരുപോലെ പ്രവചിച്ചിട്ടുണ്ട്. നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങളിൽ പറയുന്ന തേനീച്ചക്കൂട്ടം എന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണെന്ന് ഇപ്പോൾ പലരും വ്യാഖ്യാനിക്കുന്നു, അത്തരത്തിൽ വിശ്വസിക്കുന്നു. കാരക്കാസിലെ രാത്രികാല ആക്രമണം ഇതിന് അടിവരയിടുന്നുമുണ്ട്. മറുവശത്ത് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഇതിലും ഭീതിജനകമാണ്. കിഴക്കൻ രാജ്യങ്ങളിലെ അസ്വസ്ഥതകൾ ഒരു ആഗോള യുദ്ധത്തിലേക്ക് പടരുമെന്നും ചൈന, റഷ്യ, അമേരിക്ക തുടങ്ങിയ വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുമെന്നും വാങ്ക പറഞ്ഞിട്ടുണ്ട്. വെനസ്വേലയിലെ ഈ ഇടപെടൽ വൻ ശക്തികൾ തമ്മിലുള്ള ചേരിതിരിവിനും ആഗോള അധികാര സന്തുലിതാവസ്ഥയിലെ മാറ്റത്തിനും കാരണമാകുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. മതത്തിന്റെയും ദേശീയതയുടെയും പേരിൽ മനുഷ്യർ പരസ്പരം ശത്രുക്കളാകുന്ന ഒരു കാലം വരുമെന്നും നോസ്ട്രാഡാമസിന്റെ വരികൾ ഇന്ന് ലോക സാഹചര്യങ്ങളുമായി ഭയപ്പെടുത്തുന്ന രീതിയിൽ പൊരുത്തപ്പെടുന്നു എന്നുള്ളതും വല്ലാത്തൊരു ആകസ്മികതയാണ്. ഇതൊരു തുടക്കം മാത്രമാണോ, അതോ പ്രവചനങ്ങൾ വെറും യാദൃശ്ചികത മാത്രമാണോ? എന്തു തന്നെയായാലും വെനസ്വേലയിലെ പുകയുന്ന കനലുകൾ ലോകത്തിന്റെ മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. പ്രവചനങ്ങൾ സത്യമായാൽ വരാനിരിക്കുന്നത് വിനാശകരമായ നാളുകളായിരിക്കും. ലോകം ഇപ്പോൾ പ്രാർത്ഥനയിലാണ്, സമാധാനത്തിന് വേണ്ടി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.